بسم الله الرحمن الرحيم الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين اللهم ربي يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا فاتحا كاملا وبطبيب الخير والسعادة يا أرحم الراحمين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا وللمصنفين وشراح هذا الكتاب وصائر المصنفين المهتدين سبيل الرشاد. بسم الله الرحمن الرحيم الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا. فتحدى بأقصر سورة من سوره مصاقع الخطباء من العرب الأرباء فلم يجد به قديرا وأفحم من تصدى لمعارضته من فصحاء عدنان وبلغاء قحطان حتى حسبوا أنهم سحروا تسحيرا. الحمد لله സ്തുതിയും ലില്ലാഹി അല്ലാഹുവിനാണ്. الذي എങ്ങനത്തെ അല്ലാഹു നസ്സലൽ ഖുർആനിനെ അവൻ ഇറക്കി അലാ അബ്ദിഹി അവന്റെ അടിമയുടെ മേൽ ലിയകൂന ആ അടിമയാകാൻ വേണ്ടി ആലമീങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആളാവാൻ വേണ്ടി ഇറക്കി. അങ്ങനെ ആ അടിമ വെല്ലുവിളിച്ചു അതിന്റെ സൂറത്തുകളിൽപ്പെട്ട ഏറ്റവും ചെറിയ ഒരു സൂറത്ത് കൊണ്ട് വെല്ലുവിളിച്ചു. ഏറ്റവും മുക്തകണ്ഠം പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരായ അറബികളെ ഖാലിസായ അറബികളാൽ അങ്ങനെ ഫലം യജിദ് ബിഹി അതുകൊണ്ട് എത്തിച്ചില്ല അഹമ്മദുള്ള ഒരാളെയും മുഅറബത്തിന് എത്തിച്ചില്ല. ആ അടിമ മുക്തിച്ചു മൻ ചിലരെ അവര് തയ്യാറായി ഖുർആന്റെ മുആറദക്ക് വേണ്ടി തയ്യാറായവരെ മുക്തിച്ചു. അദ്നാൻ ഗോത്രത്തിലെയും കഹ്താൻ ഗോത്രത്തിലെയും സാഹിത്യകാരന്മാരാൽ അവരാണ് അറബികളിലെ ഏറ്റവും സാഹിത്യകാരന്മാർ. ആ സാഹിത്യകാരന്മാരെ മുഴുവൻ മുട്ടിച്ചു. എത്രത്തോളം ഹസിബു അവര് ധരിച്ചു അവര് അവർക്ക് സിഹ്ർ ബാധിച്ചു. വല്ലാത്ത ഒരു സിഹ്ർ ബാധിച്ചു പോയി എന്ന് വരെ അവർ ധരിച്ചു പോയി. കാരണം അത്രയും ഇതിനോട് മുആറദത്ത് അവർക്ക് അസാധ്യമായി വന്നു. എന്തോ ഒരു കുഴപ്പം സംഭവിച്ചതാണെന്ന് വരെ അവർ ധരിച്ചുപോയി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയാൻ ചെയ്തു ലിന്നാസി മനുഷ്യർക്ക് അവനിലേക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബയാൻ ചെയ്തു കൊടുത്തു. അവർക്ക് വെളിവാകുന്ന ഒന്നിന്റെ മട്ടമനുസരിച്ച് അവരുടെ മസ്ലഹത്തുകളാൽ എന്തിനു വേണ്ടി അവരെ ശരിക്കും ചിന്തിക്കാൻ വേണ്ടി അതിന്റെ ആയത്തുകളെ ചിന്തിക്കാൻ വേണ്ടി ബുദ്ധിമാന്മാരായ ആളുകൾ ശരിക്കും ഉത്ബുദ്ധരാകാൻ വേണ്ടിയും ഒരു വല്ലാത്ത ഉത്ബുദ്ധരാകാൻ വേണ്ടിയും അങ്ങനെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു കൊടുത്തു ഇന്ദിലാഖിന്റെ മൂടി അത് തുറന്നു കൊടുത്ത് മുഹക്കമായ ആയത്തുകളെ തൊട്ട് ഇങ്ങനത്തെ മുഹക്കമായ ആയത്തുകളാണ് ഹുന്ന. ആ മുഹക്കമായ ആയത്തുകൾ ഉമ്മുൽ കിതാബി ഖുർആന്റെ അടിസ്ഥാനമാണ്.
ഉഖറ മുതശാബിഹാത്തിൻ മുതശാബിഹാത്തായ മറ്റ് ചിലതിനെ തൊട്ടും ഹിയ ആ മുതശാബിഹാത്തായ ആയാത്തുകൾ റുമൂസുൽ ഖിതാബി കലാമിന്റെ ഇഷാറാത്തുകളാണ്. തഅ്വീലൻ തഅ്വീലാലും വതഫ്സീറാലും. മുഹ്കമാത്തിന്റെ വിശദീകരണം തഫ്സീർ, മുതശാബിഹാത്തിന്റെ വിശദീകരണം അതിന് തഅ്വീലുള്ളത്. ആകെ ആയാത്തുകൾ രണ്ടായിട്ടാണ്, ഒന്ന് മുഹ്കമാത്ത്, ഒന്ന് മുതശാബിഹാത്ത്. ദലാലത്ത് ലാഹിറായതിന് മുഹ്കമാത്ത് എന്ന് പറയും, ദലാലത്ത് ലാഹിർ അല്ലാത്തതിന് മുതശാബിഹാത്ത് എന്ന് പറയും. അതിൽ നിന്ന് ആ മുഹ്കമാത്താവുമ്പോൾ അതിനെ വിശദീകരിക്കൽ തഫ്സീറാണ്, മുതശാബിഹാത്താവുമ്പോൾ അതിനെ വിശദീകരിക്കൽ തഅ്വീൽ. അതിൻ്റെ യഥാർത്ഥ രൂപം ഇഷാറാത്തുകളെ മനസ്സിലാക്കി കൊടുക്കുക, അതാണ് തഅ്വീൽ തന്നെ. വഅബ്റസ വവാമിദൽ ഹഖായിഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളിവാക്കി വവാമിദൽ ഹഖായിഖി വളരെ രഹസ്യമായ ഹഖീഖത്തുകളെ. ഹഖായിഖ് തന്നെ വവാമിൽ സിഫത്താണ്, ഹഖായിഖ് മൗസൂഫാണ്, സിഫത്തിന് മൗസൂഫിലേക്ക് ഇമാമത്താണ്. അപ്പോൾ പിന്നെ വാമിദത്തായ ഹഖീഖത്തുകൾ എന്ന് വെച്ചാൽ രഹസ്യമായ അതീവ രഹസ്യമായ യാഥാർത്ഥ്യങ്ങളെ വെളിവാക്കിയിട്ടുണ്ട്. തങ്ങൾ വെളിവാക്കി രഹസ്യമായ ഹഖീഖത്തുകളെ, ലത്തീഫായ വളരെ നിഗൂഢമായ പോയിന്റുകളെയും വെളിവാക്കി. ലിയതജല്ലാലഹും അവർക്ക് വെളിവാകാൻ വേണ്ടി ഖഫായൽ മുൽക്കി വൽ മലകൂതി ആലമുൽ മുൽക്കിന്റെയും ആലമുൽ മലകൂത്തിന്റെയും രഹസ്യങ്ങളൊക്കെ അവർക്ക് വെളിവാകാൻ വേണ്ടി. ഖഫായൽ ഖുദ്സി ജബറൂത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധതയുടെയും ആധിപത്യത്തിന്റെയും രഹസ്യങ്ങൾ വെളിവാകാൻ വേണ്ടി. ഖഫായൽ ഖുദ്സ് എന്ന പരിശുദ്ധത, ജബറൂത്ത് എന്ന ആധിപത്യം. ലിയതഫക്കറൂ ഫീഹാ അതിൽ അവർ ചിന്തിക്കാൻ വേണ്ടി, വല്ലാത്ത ചിന്ത ചിന്തിക്കാൻ വേണ്ടി. വമഹദ ലഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അടിത്തറമാക്കി ഖവായിദൽ അഹ്കാമി അഹ്കാമിന്റെ കായിദകളെ, അതുകളെ ശരിക്ക് സ്ഥാപിക്കുകയും ചെയ്തു. അതിനെ ആ കായിദകളെ സ്ഥാപിച്ചു നിലനിർത്തി. ആയത്തുകളുടെ നസ്സുകളിൽ നിന്നും ആ ആയത്തുകളുടെ ഇഷാറാത്തുകളിൽ നിന്നും. ആയത്തിന്റെ നസ്സ് വാഹിറായ മഴകളും അതിന്റെ ഇഷാറാത്തുകളും അതിൽ നിന്നൊക്കെ അഹ്കാമിന്റെ ഖവായിദ് അടിത്തറമാക്കി ശരിയാക്കി. അങ്ങനെ ദീനുൽ ഇസ്ലാമിന്റെ ശരിയാക്കുന്ന നിയമങ്ങളെ പാകപ്പെടുത്തിയത്. അവരെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോക്കിക്കളയാൻ വേണ്ടി പോരായ്മകളെ, അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയും വല്ലാത്തൊരു ശുദ്ധീകരിക്കാൻ വേണ്ടിയും. അവനുണ്ടായ കൽബുൻ ഒരു ചിന്താശക്തി ഉണ്ടായി. അല്ലെങ്കിൽ അവൻ മനസാന്നിധ്യമുള്ളവനായ സ്ഥിതിയിൽ അവൻ ശരീരത്തിൽ കേട്ടു. അതിൽ സ്വന്തം ചിന്താശക്തി ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് മനസാന്നിധ്യത്തോടുകൂടെ കേൾക്കാൻ തയ്യാറായി. എന്നാൽ അവൻ രണ്ട് വീട്ടിലും ഹമീദുൻ സ്തുതിക്കപ്പെട്ടവനാണ്, വിജയിക്കുമാണ്. അതിലേക്ക് അവൻ ഉയർത്തിയില്ല അവന്റെ തല. അവൻ കെടുത്തിക്കളഞ്ഞ് അവന്റെ വളക്കിനെ. എന്നാൽ അവൻ ജീവിക്കും, കുറ്റം കെടുത്തപ്പെട്ട നിലയിൽ ജീവിക്കും. അവൻ നരകത്തിലേക്ക് കിടക്കുകയും ചെയ്യും.
വയാ ഫായിദൽ ജൂദി വയാ വാജിബൽ ഉജൂദി വാജിബ് ഉജൂദായ അല്ലാഹുവേ വയാ വയാ ഫായിദൽ വാജിദൽ ജൂദ് എല്ലാ ധർമ്മത്തെയും ചരിച്ചു കൊടുക്കുന്ന അല്ലാഹുവേ വയാ റോയത വയാ റായത കുല്ലി മഖ്സൂദിൻ എല്ലാ മഖ്സൂദിന്റെയും അറ്റമായ അല്ലാഹുവേ സ്വല്ലി സ്വല്ലി നീ സ്വലാത്ത് ചൊല്ല് അലൈഹി അലൈഹി ആ നബിയുടെ മേൽ സ്വലാത്തൻ സ്വലാത്തൻ ഒരു സ്വലാത്ത് തുവാസി എങ്ങനത്തെ സ്വലാത്താണ് തുവാസി അത് സമമാകും വനാഅഹു വലാഅഹു അത് തുല്യമാകും വലാഅ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രയാസപ്പെട്ട പ്രയാസത്തിന് തുല്യമാകും വതുജാസി നബിതങ്ങൾ ദീനിന്റെ പ്രബോധനത്തിൽ നബിതങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചോ അതിന് തുല്യമായ ഒരു സലാത്ത് ഈ സലാത്ത് എൻ്റെ വതുജാസി അത് പ്രതിഫലമാകും അനാഅഹു നബിതങ്ങളുടെ പ്രയാസങ്ങൾക്ക് വഅലാ പ്രയാസം വനാഹ് തന്നെ നെഫ്രയിന് തുല്യമാകുന്നതും അതേപ്രകാരം പ്രയാസങ്ങൾക്ക് പ്രതിഫലമാകുന്നതുമായ സലാത്ത് ഈ സലാത്തില്ലേ വഅലാമൻ വഅലാമൻ ചിലരുടെ മേലും അആനഹു അആനഹു ആ നബിനെ അവരെ സഹായിച്ച് വഖററ അവര് ശരിക്കും ഉറപ്പിച്ച് തിബിയാനഹു ആ നബിന്റെ വിശദീകരണത്തെ ഉറപ്പിക്കാൻ ശ്രമിച്ച സഹാബത്ത് താബീങ്ങൾ പോലത്തെ വേണ്ടിയിട്ടും തഖരീറ ഒരു വല്ലാത്ത ഉറപ്പിച്ച് വഅഫിൽ അലൈന ഞങ്ങളുടെ മേൽ നീ ചൊരിച്ചു മിൻ ബറകാതിഹിം അവരുടെ ബർക്കത്തുകളിൽ നിന്ന് വസ്ലുക് ബിന ഞങ്ങളെ നീ പ്രവേശിപ്പിക്കും മസാലിക കറാമത്തിഹിം അവരുടെ കറാമത്തുകളുടെ മസലകളിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കും വഴികളിലേക്ക് വസല്ലിം അലൈഹിം നീ സലാം രക്ഷപ്പെടുത്ത് സലാം ചെയ്യ് അലൈഹിം അവരുടെ മേൽ വഅലൈന ഞങ്ങളുടെ മേലും തസ്ലീമൻ കസീറ അധികരിച്ച തസ്ലീം വബഅദു ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും ചൊല്ലിയതിനു ശേഷം ഫഇന്ന അഅ്ളമൽ ഉലൂബി ഇൽമുകളിൽ നിന്ന് ഏറ്റവും വണ്ണമായ ഇൽമ് മിഖ്ദാറൻ അവസ്ഥയാൽ ഏറ്റവും വണ്ണമായ ഇൽമ് വഅർഫഅഹ ഇൽമുകളിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഇൽമും ശറഫാൽ ഏറ്റവും ഉയർന്ന ഇൽമും വമനാറൻ അടയാളത്താലും ഏറ്റവും ഉയർന്ന ഇൽമും ഇൽമു തഫ്സീർ ആണ് ഖുർആന്റെ വിശദീകരണത്തിന്റെ ഇൽമു അതാണ് ഇൽമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസ്ഥ ഉയർന്നതും മിഖ്ദാർ അധികരിച്ചതുമായ ഇൽമാണ് ഇത് ഇൽമു തഫ്സീർ കാരണം പിന്നെ لو أن ما في الأرض من شجرة أقلام والبحر يمده من بعده سبعة أبحر ما نفذت كلمات الله ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ച എല്ലാ വൃക്ഷങ്ങളും പേരകളായി മാറി സമുദ്രത്തിന് മുഴുവൻ പിന്നെ ഇപ്പോഴുള്ള സമുദ്രം അതിനോട് തുല്യമായ 7 സമുദ്രങ്ങൾ കൊണ്ടുവന്നിട്ട് അത് മുഴുവനും ഭക്ഷിയായാലും മാനസെടുത്ത് കെലിമാത്തുകളായി വിശുദ്ധമായ ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങളും വൈജ്ഞാനിക വചനങ്ങളും അവസാനിക്കൂല എന്ന് നബി സല്ലല്ലാഹു ആ വിശുദ്ധ ഖുർആനിൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വിശദീകരിക്കപ്പെടേണ്ട ഇൽമും ഏറ്റവും കൂടുതൽ ഉയർന്ന ഇൽമു ഏതാണ് ഖുർആന്റെ വിശദീകരണത്തിൻ്റെ അതാണ് വബഅദു ബിസ്മിയും ഹംദും സലാത്തും സലാമും ചൊല്ലിയതിന് ശേഷം പറയുന്നു ഫഇന്ന അഅ്ളമൽ ഉലൂമി ഇൽമുകളിൽ നിന്ന് ഏറ്റവും വണ്ണമായ ഇൽമ് മിഖ്ദാറാൽ ഏറ്റവും വണ്ണമായ ഇൽമ് വഅർഫഅഹ ആ ഇൽമുകളിൽ നിന്ന് ഏറ്റവും ഉയർന്നത് ശറഫാൽ ഏറ്റവും ഉയർന്നതും വമനാറൻ അടയാളത്താലും ഏറ്റവും ഉയർന്നതും അല്ലദീ എങ്ങനത്തെ ഇൽമു തഫ്സീർ അത് റഈസുൽ ഉലൂമി ദീനിയായ ഇൽമുകളുടെ നേതാവാണ് കാരണം എല്ലാ ഇൽമിൻ്റെയും നേതാവായ ഇൽമു തഫ്സീർ കാരണം ഇൽമു തഫ്സീറിൽ നിന്ന് വന്നതാണ് ബാക്കിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ അപ്പം എല്ലാത്തിൻ്റെ നേതാവ്
അതോടുകൂടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനവും ഇൽമു തഫ്സീറാണ്. അപ്പം അതിൻ്റെ താരയുടെ ബാക്കിയുള്ള എല്ലാ ഇൽമിൻ്റെയും റഈസുമാണ്, റസുമാണ്. വമബ്ന ഖവാഇദി ശർഇ വമബ്ന ഖവാഇദി ശർഇ, ശർഇന്റെ അടിത്തറകളുടെ അടിത്തറയുമാണ് ശർഇന്റെ കായികകൾ എന്ന് പറഞ്ഞ ശർഇന്റെ കായികകളുടെ ആ കായികകളുടെ അടിത്തറകളുടെ അടിത്തറ ഏറ്റവും വലിയ അടിസ്ഥാനവും അതിന്റെ അസാസുമാണ്. അതിനെ ഉപയോഗിക്കലിലേക്ക് യോജിക്കൂല. അതിൽ സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങലിലേക്കും യോജിക്കൂല. ഇല്ലാമൻ ഒരുത്തനല്ല അവൻ നിപുണനായി ദീനിയായ ദീനിയായ ഇൽമുകൾ മുഴുവനിക്കും. അപ്പോൾ എല്ലാ ഇൽമുകളും ശരിക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയ ഒരാൾക്കല്ലാതെ ഒരു തഫ്സീർ സംസാരിക്കുന്നില്ല. പരിപാടി ഒരുങ്ങാൻ സാധ്യമല്ല. കാരണം ഖുർആന്റെ ഇൽമ അങ്ങനത്തെ ഇൽമാണ്. ആ രൂപത്തിലുള്ള ഇൽമാകുമ്പോൾ എല്ലാം നിപുണനായി മാറുമ്പോഴേ സംസാരിക്കാൻ അവൻ മേലെയാവുകയും ചെയ്ത് അറബിയായ ഉപയോഗങ്ങളിൽ സാഹിത്യത്തിന്റെ പല്ലുകളിൽ എല്ലാ സാഹിത്യ പല്ലുകളിലും അവന് പരിചയപ്പെടും. എല്ലാ നഫ്സുകളോടുകൂടെ ഞാൻ പറയൽ വളരെ ഒരുപാട് കാലമായി എന്നെ മനസ്സാക്കിയത്. എന്റെ മനസ്സാക്കിയോട് ഞാൻ ഇങ്ങനെ ഒരുപാട് കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ സംസാരിക്കാൻ വർത്താനം പറഞ്ഞ് വളരെ വീണ്ടും എന്റെ മനസ്സാക്ഷിയോട് ഞാൻ തസ്നീഫ് ചെയ്തുകൊണ്ട് ഈ പന്നിൽ കിതാബൻ ഒരു കിതാബിനെ എങ്ങനത്തെ കിതാബാണ് യഹ്തവി അത് ഒരുമിച്ചു ചുറ്റും ഒന്നിന്റെ സത്തിന്റെ ബലഗനി എനിക്കാവുന്നെത്തി സ്വഹാബത്തിൽ നിന്ന് പ്രഗത്ഭരായ ആളുകളിൽ നിന്നും താബിഈകളിലെ ഉലമായിൽ നിന്നും എനിക്ക് എത്തിയതായ ഒന്നിന്റെ ആ സത്തിന്റെ മേൽ ചുറ്റുന്ന ഒരു കിതാബ് ഉണ്ടാക്കാൻ എന്റെ ലക്ഷ്യനോട് ഞാൻ പറയാൻ തുടങ്ങിയത് കാര്യം പോലെയായി. അവരിൽ താഴെയുള്ളവരും അത് ഒരുമിച്ച് കൂടും. വളരെ ഭാര്യത്തായ വലിയ ഫായിദകളുടെ മേൽ വളരെ സുന്ദരമായ പോയിന്റുകളുടെ മേൽ ഇങ്ങനത്തെ ലഫായിഫും പിന്നെ പോയിന്റുകളുമാണ് ഇസ്തംബത്തുഹ. അതിന് ഞാൻ ഞാനും കബിലി എന്റെ മുമ്പിലുള്ളവരും മുതാഖിരീങ്ങളിൽ നിന്ന് ശ്രേഷ്ഠരിൽപ്പെട്ട ഏറ്റവും ശബ്ദമുള്ളവരും ആ കിതാബ് ശരിക്കും വെളിവാക്കും. ഖിറാഅത്തിന്റെ നുഹ്ദികളെ തൊട്ട് എങ്ങനത്തെ ഖിറാഅത്തുകളാണ് അൽ മശ്ഹൂറത്തായ ഖിറാഅത്തുകൾ ആ ഖിറാഅത്തുകളെ ചേർക്കപ്പെട്ടത് 8 ഇമാമികളിലേക്ക് മശ്ഹൂരികളായ 8 ഖുറായികളിലേക്ക് ചേർക്കപ്പെട്ട പ്രസിദ്ധമായ ആ ഖിറാഅത്തുകളുടെ വജീഹകൾ വെളിവാക്കി. എങ്ങനത്തെ ശാദത്താണ് മർദിയായ ശാദത്ത്. ശാദത്ത് മർദിയത്തും അല്ലാത്തുള്ളതിലും മർദിയായ ശാദത്ത്. ആ ശാദത്ത് മർദിയായ ശാദത്തായ ഖിറാഅത്തുകളുടെ വിജയികളും പരിഗണിക്കപ്പെടുന്ന ഖുർആനികളെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെടുന്ന ശാദായ ഖിറാഅത്ത്.
ഇല്ല അന്ന ഖുസൂറ ഇല്ല ബിദാഅത്തി എന്ന അങ്ങനെ എൻ്റെ മനസ്സാക്ഷിയോട് ഇങ്ങനെ കിതാബ് ഉണ്ടാക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ ഇല്ല എന്ന ഖുസൂറ ബിദാഅത്തി എൻ്റെ ചരക്കിൻ്റെ കുറവ്, എൻ്റെ ചരക്കിൻ്റെ എൻ്റെ കൈവശമുള്ള സമ്പാദ്യത്തിൻ്റെ കുറവ് യുസബ്ബിതുനി എന്നെ അത് പിന്തിരിപ്പിക്കുന്നു. അനിൽ ഇഖ്ദാമി മുന്നിടലിനെ തൊട്ട് ഈ വിഷയത്തിലേക്ക് മുന്നിടലിനെ തൊട്ട് എന്നെ ഇങ്ങനെ പിന്തിരിപ്പിക്കുക. സാധിക്കൂല അങ്ങനെ തോന്നുക. വയംനഉനി എന്നെ അത് തടയുന്നു. അനിൽ ഇന്തിസാബി ഫീ ഹാദൽ മഖാമി ഈ മക്കാമിൽ ചൊവ്വായി നിൽക്കലിനെ തൊട്ട് എന്നെ അത് തടയുന്നു. ഹത്താ സനഹലി അങ്ങനെ അവസാനം ഹത്താ സനഹലി എനിക്ക് വെളിവായി. ബഅദൽ ഇസ്തിഖാറത്തിന്റെ ശേഷം എനിക്ക് വെളിവായി. മാ ഒന്ന് എന്നെ അജ്മതുകൊണ്ട് ഉറപ്പിച്ച് അങ്ങനത്തെ കാര്യം എനിക്ക് ചെയ്യണം. അതായത് അലശൂറി ഫീമാ അറദ്തുഹു ഞാൻ ഉദ്ദേശിച്ച ഒന്നിനെ പുറമിന്റെ മേൽ വൽഇത്യാനി ബിമാ ഖസദ്തുഹു ഞാൻ കരുതിയ ഒന്നിനെ കൊണ്ടുവരലിനായിരുന്നു. നാബിയൻ അൻ ഞാൻ തന്നെ കരുതിയവനായ നിലയിൽ അതിന് ഞാൻ പേര് വെക്കലിനെ അതിനെ പരിപൂർണമാക്കിയതിന് ശേഷം അൻവാറു തൻസീല് അസ്റാറു തൻസീൽ എന്ന പേര് കൊണ്ട് പേര് വെക്കേണ്ട കരുതിയല്ല. അപ്പോൾ ഈ കിതാബിൻ്റെ പരിപൂർണമായി കഴിഞ്ഞാൽ പിന്നെ പേര് അൻവാറു തൻസീല് അസ്റാറു തൻസീൽ തൻസീലിൻ്റെ രഹസ്യങ്ങളും വിശുദ്ധമായ ഖുർആന്റെ പ്രകാശങ്ങളും എന്നാണ് പേര്. അൻവാറു തൻസീല് അസ്റാറു തൻസീൽ. ഫഹാ അന അൽആൻ ഫഹാ അന ഞാൻ അൽആന ഈ സന്ദർഭത്തിൽ അശ്റഉ ഞാൻ തുടങ്ങുന്നു. വബിഹുസ്നി തൗഫീഖിഹി അല്ലാഹുവിന്റെ മെച്ചമായ തൗഫീഖ് കൊണ്ട് അഖൂലു ഞാൻ പറയുന്നു. വഹുവൽ മുവഫ്ഫിഖു ലികുല്ലി ഖൈരിൻ എല്ലാ ഖൈറിനും തൗഫീഖ് നൽകുന്നവൻ അവനാണ്. വൽ മുഅതി ലികുല്ലി മസ്ഊദിൻ എല്ലാ ചോദിക്കപ്പെടുന്ന കാര്യങ്ങളും നൽകുന്നവരും അവനാണ്. എന്ത് പറയുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹത്തുൽ